2021 ലഖിംപൂർ ഖേരിയിൽ കേന്ദ്രമന്ത്രിയുടെ മകൾ കർഷകർക്കിടയിലേക്ക് വാഹനം കയറ്റി 8 പേരെ കൊലപ്പെടുത്തിയ സംഭവം ഏറ്റെടുത്ത പ്രിയങ്കയും കൂട്ടരും ഏതാണ്ട് 50 മണിക്കൂറോളം നേരം UP പോലീസിന്റെ തടങ്കലിലായി. അതേ വർഷം UP പോലീസിന്റെ കസ്റ്റഡിയിൽ ഇരിക്കെ മരിച്ച ആളുടെ കുടുംബത്തെ കാണാനെത്തിയ പ്രിയങ്കയെ വീണ്ടും പോലീസ് തടങ്കലിൽ വെച്ചു. ഇരു സംഭവങ്ങളും പ്രിയങ്കയെ വാർത്താ തലക്കെട്ടുകളിലേക്ക് എത്തിച്ചു. 2021 ഒക്ടോബർ 23 പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കമിട്ടത്. സ്ത്രീകളുടെയും യുവാക്കളുടെയും ഉന്നമനം ലക്ഷ്യമിട്ട് പുറത്തിറങ്ങിയ പ്രകടന പത്രിക അന്ന് ഏറെ ശ്രദ്ധ നേടി. എന്നാൽ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് കാര്യമായ മുന്നേറ്റം നടത്താനാകാതെ വന്നതോടെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണിയുണ്ടായി. തോൽവിക്ക് ശേഷവും പ്രിയങ്ക സംസ്ഥാനത്ത് സജീവമായി. പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം ചോരാതെ അവർ കാത്തു സൂക്ഷിച്ചു.